എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പടവുകളിലേക്ക് സ്വാഗതം. You also have June is also മൊബൈൽ ഫോണുകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. വേഗത്തിലുള്ള ആശയവിനിമയത്തിന് നമുക്ക് മൊബൈൽ ഫോണുകൾ കൂടിയേ തീരൂ. ജനുവരിയിൽ നടത്തിയ ഒരു സർവേ പ്രകാരം 72 കോടിയോളം മൊബൈൽ ഉപഭോക്താക്കൾ ഇന്ത്യയിലുണ്ട്. ഒരു വർഷത്തിൽ ശരാശരി 2000 ഫോണുകളുടെ കേടുപാടുകൾ തീർക്കുന്ന ഒരു ടെക്നീഷ്യന് ഒരു മാസത്തിൽ 167 ഫോണുകൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഈ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈൽ ടെക്നോളജി രംഗത്തേക്ക് അനേകം സാങ്കേതിക വിദഗ്ധർ കടന്നുവരേണ്ടതുണ്ട്. ഇന്ത്യയിൽ 3.5 ലക്ഷത്തോളം പേർ ഇനിയും വേണം. എന്നാൽ സാങ്കേതിക പരിജ്ഞാനവും പ്രാഗൽഭ്യവുമുള്ള 25,000 അംഗീകൃത ടെക്നീഷ്യന്മാർ മാത്രമേ ഇന്ത്യയിൽ നിലവിലുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പടവുകളിൽ നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ളത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മൊബൈൽ ഫോൺ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ശ്രീ ഹംസ അഞ്ചുമുക്കിലാണ്. സർ, പടവുകളിലേക്ക് സ്വാഗതം. സർ, ഈ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ തുടങ്ങിയിട്ട് ഇപ്പം 98 മുതലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത്. താങ്കൾ ഇത് തുടങ്ങാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? 1990 മുതൽ 98 വരെ വിദേശത്ത് സൗദി അറേബ്യയിലെ കാഷ്യോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി ഒരു ബിസിനസ് ആരംഭിക്കണം എന്നായിരുന്നു മോഹം. വിദേശത്ത് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുമ്പോഴും എങ്ങനെയൊക്കെ ശമ്പളം കൊടുക്കുക എന്ന ഒരു മനസ്സാണ് എന്നെ ഒരു ബിസിനസ്സിലേക്ക് പ്രേരിപ്പിച്ചത്. നാട്ടിൽ തിരിച്ചെത്തി 98 മൊബൈൽ ഫോണിൻ്റെ വരവാണ്. ഒരു മിനിറ്റിന് 16 രൂപ 60 പൈസയായിരുന്നു അന്ന് ഒരു മിനിറ്റ് ഹലോ എന്ന് വിളിക്കാൻ. അത്രയും വിലപിടിപ്പുള്ള ഈ മൊബൈൽ ഫോൺ ഇന്ത്യയിൽ പോപ്പുലർ ആകുമെന്നും അത് ഇൻകമിംഗ് ഒക്കെ നാളെ ഫ്രീ ആകുമെന്നും മനസ്സിൽ കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആരംഭിക്കാനായിരുന്നു മോഹം. പക്ഷേ ആദ്യം തുടങ്ങിയത് മൊബൈൽ ഫോൺ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം, വിദേശത്ത് നിന്ന് നാട്ടിൽ ലീവിന് വരുന്ന മലയാളികൾ ഒരു 6 മാസത്തേക്ക് ബൈക്കുകളും കാറുകളും വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി ഇവർക്കൊരു മൊബൈൽ ഫോൺ കൂടി വെച്ച് കൊടുത്താൽ തീർച്ചയായും 6 മാസം അവരത് ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു വാടക എന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തി. മാത്രവുമല്ല, വിദേശത്ത് നിന്ന് അറബികൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് ചികിത്സയ്ക്ക് വരും. അവർക്കും താൽക്കാലികമായി മൊബൈൽ ഫോൺ വേണം. അന്ന് പ്രീപെയ്ഡ് എന്ന സംവിധാനം ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കി ഒരല്പം മൊബൈൽ ഫോൺ വിലയ്ക്ക് വാങ്ങി കുറേ കണക്ഷൻ എടുത്ത് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും 100-200 രൂപ പെർ ഡേ റെൻറ്റ് ഇനത്തിൽ ലഭിക്കുകയും അങ്ങനെ 10,000, 25,000, 50,000 രൂപ വരെ പെർ മന്ത് വാടക ഇനത്തിൽ എനിക്കൊരു ഷോപ്പ് ആരംഭിച്ചു. ഞാൻ ബ്രിഡ്കോ റെൻ്റ് മൊബൈൽ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ആ റെൻറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്നും ഒരല്പം മാറ്റം വരുത്തി അതിൻ്റെ റിപ്പയറിംഗ് സർവീസിംഗ് മേഖലയിലേക്ക് വന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ കേടായി. ഈ സമയത്ത് ഞാൻ ആ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്തു. പറ്റാത്തത് മറ്റുള്ളിടത്ത് ബാംഗ്ലൂർ അതുപോലെ കൊച്ചിയിലേക്ക് അയച്ചും ഞാനത് റിപ്പയർ ചെയ്തു. ആ സമയത്ത് വലിയൊരു ഡിമാൻഡായിരുന്നു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖല എന്ന് പഠിച്ചു. അന്വേഷിച്ചപ്പോൾ സർവീസ് സെൻറ്റർ കേരളത്തിൽ ഇല്ല എന്നും നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്നും ആ സമയത്ത് പഠിച്ചു. അങ്ങനെ മൊബൈൽ ഫോൺ റെൻ്റ് എന്ന കൺസെപ്റ്റ്, ആ ഐഡിയ മാറ്റിവെച്ച് സർവീസ് സെൻറ്റർ എന്ന മേഖലയിലേക്ക് ദ സെയിം ഇയർ 98 അവസാനത്തോടു കൂടി മാറി. ഓരോ മാസവും നല്ലൊരു വരുമാനം, 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ റിപ്പയറിംഗ് ഇനത്തിൽ വരുമാനം കിട്ടി. അങ്ങനെ ഇനിയും സെൻറ്ററുകൾ തുടങ്ങണം. അങ്ങനെ ടെക്നീഷ്യന്മാരെ കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയത് പേപ്പറിൽ ആഡ് കൊടുത്തപ്പോഴാണ്. 99 പേപ്പറിൽ ആഡ് കൊടുത്തു, പല പത്രങ്ങളിലും പരസ്യം കൊടുത്തു, മലബാർ ഏരിയ മുഴുവനും കവർ ചെയ്യുന്ന പരസ്യം കൊടുത്തിട്ട് ഒരു ടെക്നീഷ്യൻ പോലും റിപ്പയറിങ്ങിന് അറിയാവുന്ന ടെക്നീഷ്യനെ ശമ്പളത്തിൽ വേണം എന്ന് പരസ്യം കൊടുത്തിട്ട് വന്നില്ല.
അപ്പോഴാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ തന്നെ ഇത് പഠിപ്പിച്ചെടുത്തുകൂടാം. അങ്ങനെ ഏട്ടൻ്റെ മക്കളെ, പെങ്ങളുടെ മക്കളെ, അമ്മാവൻ്റെ മക്കളെ ഇവരെയൊക്കെ +2 കഴിഞ്ഞ കുട്ടികളെ ഒപ്പം ഇരുത്തി അവർക്കൊക്കെ റിപ്പയറിങ് പഠിപ്പിച്ചു കൊടുത്ത് ഒരു 6 മാസം, ഒരു വർഷം 2000 എത്തിയപ്പോഴേക്കിനും അത്യാവശ്യം ഒരു 5-6 ടെക്നീഷ്യന്മാരെ എനിക്കുണ്ടായി. അവരെയൊക്കെ ഉപയോഗിച്ച് വീണ്ടും സർവീസ് സെൻറ്റർ നെറ്റ്വർക്ക് ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും സർവീസ് സെൻറ്ററുകൾ ആരംഭിച്ചു. എല്ലാ ഷോപ്പിൽ നിന്നും 50,000, 25,000, 75,000 രൂപ വരുമാനം ലഭിച്ചു. ബ്രിഡ്കോ എന്നുള്ള കമ്പനി ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് ട്രെയിനിങ് എന്നാണ് സർ പറഞ്ഞത്. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വിശദീകരിച്ചു തന്നു. ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ്, ട്രേഡിംഗ് അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ കമ്പനി ചെയ്യുന്നത്? അഥവാ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയും. ഒറ്റവാക്കി പറഞ്ഞാൽ പഠിക്കുന്നത് വരെ പഠിപ്പിക്കുക എന്നാണ് കമ്പനിയുടെ ഒരു ലക്ഷ്യം. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. അതിൽ വീക്കായ കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്ത് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കും. അതുകൊണ്ട് ഫീസ് അധികം ഈടാക്കുകയില്ല. വളരെ ബ്രൈറ്റായ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഒരു 6-7 മാസം കൊണ്ട് തിയറിയും പ്രാക്ടിക്കലും പഠനം പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം ഡിപ്പെൻഡ് അപ്പോൺ അത് ഒരു 10 മാസം വരെ മാക്സിമം പോകും, തിയറിയും പ്രാക്ടിക്കലും OJT അടക്കം. അത് കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ അവർക്ക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പാക്കേജും കമ്പനി തുടക്കം കുറിച്ചു. You also have Jio is also you also have Jio is also പണ്ടത്തെ പോലെയല്ല, മൊബൈൽ സാങ്കേതിക രംഗം ഇന്ന് വളരെയധികം മുന്നേറിക്കഴിഞ്ഞു. അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ മൊബൈൽ ഫോണുകളും ഫോണുകളുടെ ഭാഗങ്ങളും നിർമ്മിക്കാൻ കഴിയും. പരിചയസമ്പന്നരായ സാങ്കേതിക വിദഗ്ധർ ആകർഷകമായ വരുമാനത്തിലാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. മൊബൈൽ ടെക്നോളജി കോഴ്സ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏതാനും സ്ഥാപനങ്ങളെ പരിചയപ്പെടാം. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മലപ്പുറം, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി മുംബൈ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി തിരുനെൽവേലി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മീററ്റ്, ഉത്തർപ്രദേശ്. ഇപ്പോൾ വിദേശത്തെ ഒരുപാട് തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞു. വിദേശത്ത് മാത്രമല്ലല്ലോ, ഇന്ത്യയിലും ഒരുപാട് തൊഴിൽ സാധ്യതകൾ കിട്ടുന്നില്ലേ? ഇപ്പോൾ 100% ഉണ്ട്. കമ്പനിക്ക് തന്നെ ഓരോ മാസവും 100-ൽ പരം ടെക്നീഷ്യൻ്റെ ഡിമാൻഡ് ഒഴിവുകൾ ഇന്ന് കമ്പനിയിൽ തന്നെ ഉണ്ട്. അത് ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്യാൻ ഇപ്പോൾ സ്ഥാപനത്തിന് പറ്റുന്നില്ല. കാരണം ഒരു വർഷത്തെ കൂടുതൽ അഡ്മിഷൻ വരുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഈ സമയം വരുന്ന മുഴുവനും കുട്ടികൾക്ക് കമ്പനി ജോലി കൊടുക്കാനുള്ള ഒരു അവസരം ഇന്ന് കമ്പനിക്കുണ്ട്. കാരണം 400-ൽ പരം ഫ്രാഞ്ചൈസികളും ഏകദേശം 10ഓളം ബ്രാഞ്ചുകളുമുള്ള കമ്പനിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിൽ നിന്നും പഠനം പൂർത്തിയാക്കി എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ കമ്പനിയിൽ ഇന്ത്യയിൽ തന്നെ നോക്കിയ, സാംസങ് പോലുള്ള മൾട്ടിനാഷണൽ കമ്പനിയുടെ എഞ്ചിനീയർമാരായിട്ട് അവർക്ക് ഇൻ്റർവ്യൂ വഴി കമ്പനി ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും അത്തരം കമ്പനികൾ നമ്മുടെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കമ്പനിയിൽ വന്ന് ചോദിക്കുകയാണ്, ഇനിയുണ്ടോ 3-2 വർഷം കഴിഞ്ഞ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് മുഴുവനും കൊടുക്കാൻ ഇന്ന് കമ്പനിക്ക് സാധിക്കുന്നില്ല. അത്രയും സ്കോപ്പ് ഉണ്ട് ഈ മേഖല. സർ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ശരിക്കും ഒരു ടെക്നീഷ്യൻ മാത്രമല്ല, ഒരു നല്ലൊരു ബിസിനസ് സംരംഭകൻ കൂടി ആവാനുള്ള എല്ലാ ഒരു സ്കോപ്പും
സാർ ഈ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ജോലി കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഏത് മേഖല പഠിച്ചാലും ഇന്ന് ജോലി കിട്ടും. ഒരു വിദ്യാഭ്യാസപരമായി ഒന്നും പഠിക്കാത്തവന് വരെ ഇന്ന് നാടൻ പണി കിട്ടാൻ ഇന്ന് കേരളത്തിൽ ഒരു പഞ്ഞമില്ല. പക്ഷെ ഒരു ടെക്നിക്കൽ കഴിത്തൊഴിൽ കിട്ടുക അല്ലെങ്കിൽ അവരൊരു എന്റർപ്രനർ ആക്കി മാറ്റുക എന്നുള്ളത് അല്പം പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചാലഞ്ച് കമ്പനി ഏറ്റെടുത്ത് +2 കഴിഞ്ഞ് ഇത്തരം കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കോഴ്സിനോട് കൂടെ തന്നെ ഒരു ഷോപ്പ് എങ്ങനെ മാനേജ് ചെയ്യുക, ഒരു മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസ് സെൻറ്ററിൻ്റെ ഒരു ഷോറൂം എങ്ങനെ മാനേജ് ചെയ്യുക, എന്തൊക്കെയാണ് പ്രൈമറി കാര്യങ്ങൾ, എങ്ങനെയാണ് സെയിൽസ്, അതിൻ്റെ ലാഭം എന്ത്, ആക്സസറീസ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ടൂൾസ്, അതിൻ്റെ സ്പെയർ പാർട്സ് എന്നിവയിലൂടെ നല്ലൊരു ഐഡിയ ഈ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ പെരുമാറുന്ന ബിഹേവിയർ എന്തൊക്കെയാണ്, എങ്ങനെ ഒരു ഷോപ്പ് മാനേജ് ചെയ്യും, അപ്പോൾ ടെക്നീഷ്യൻ എന്ത് ശമ്പളം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സർവീസ് സെൻറ്ററിലൂടെ ഈ കുട്ടി OJT പറഞ്ഞ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്, ഓൺ ജോബ് ട്രെയിനിങ്. കോഴ്സിൻ്റെ പാർട്ടായിട്ട് തന്നെ ഒരു 5-6 മാസത്തെ തിയറിയും പ്രാക്ടിക്കലും കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ കുട്ടിയെ OJT എന്നൊരു സെൻറ്ററിലേക്ക് അയക്കും, അഥവാ ഓൺ ജോബ് ട്രെയിനിങ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് സെൻറ്റർ കം ഷോറൂമിലേക്ക്. അപ്പോൾ നിലവിൽ അവിടെയുള്ള ഒരു ടെക്നീഷ്യൻ്റെ കീഴിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ സെയിൽസും സർവീസും സ്പെയർ പാർട്സും ഒക്കെ ഈ കുട്ടി 2-3 മാസം കൊണ്ട് പഠിക്കും. അപ്പോൾ അവനൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഒരു ഷോപ്പ് നടത്തുക എന്ന്. അങ്ങനെ മിക്ക കുട്ടികളും ഈ കോഴ്സ് പൂർത്തിയാക്കി ഒരു 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസും നേടിക്കഴിഞ്ഞാൽ കുട്ടികൾ സാമ്പത്തികമായി ഒരു അല്പം മുന്നിൽ നിൽക്കുന്ന ഏട്ടന്മാരൊക്കെ ഗൾഫിലുള്ള ഉപ്പയൊക്കെ ഗൾഫിലാണെങ്കിൽ അവർ പറയും ശരി 2-3 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ സ്വന്തമായ ഒരു സർവീസ് സെൻറ്റർ തുടങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. ഇപ്പോൾ സാർ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇതിനൊക്കെയുള്ള അടിസ്ഥാന യോഗ്യതകളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്? അതുപോലെ ഒരു കുട്ടിക്കുള്ള പ്രായപരിധി എന്താണ്? ഇപ്പോൾ SSLC കഴിഞ്ഞവർക്ക് ഒരു ചില പാക്കേജുകൾ പറഞ്ഞു, +2 കഴിഞ്ഞവർക്ക് ചില പാക്കേജുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള പ്രായപരിധി എത്രയാണ്? നിലവിലിപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ബ്രിഡ്കോയിലേക്കൊക്കെ വരുന്ന കുട്ടികൾ ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ട് നിബന്ധന വെച്ചത് 18 വയസ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അതങ്ങനെയാണ് വേണ്ടത്. 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരു കുട്ടി മിനിമം യോഗ്യത എന്ന് പറയുന്ന ഒരു +2 കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ടെങ്കിലും ഞങ്ങൾ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്തും. എഴുതാനും വായിക്കാനും സ്വന്തം അറിയോ, ഇവൻ ഏറെക്കുറെ ഒരു ജനറൽ IQ ഉണ്ടോ എന്ന് ഒരു ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. ഒരു 8th സ്റ്റാൻഡേർഡ് ലെവലിലൊരു പരീക്ഷ, അത്രയേ ഉള്ളൂ. ഒരു 8ാം ക്ലാസ്സുകാരൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദിച്ച് അത് പാസ്സായാൽ ഒരു 60 മാർക്കിൽ ഒരു 30 മാർക്ക് അവൻ നേടിക്കഴിഞ്ഞാൽ അവൻ അഡ്മിഷൻ കൊടുക്കും. 18 വയസ്സ് പൂർത്തിയാവും. ഇതാണ് അതിൻ്റെ ഒരു മിനിമം യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കയറി വരുന്ന കുട്ടികൾ +2 കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞ് മറ്റെവിടെയും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ഒരു കഴിത്തൊഴിലാവാമെന്ന് വിചാരിച്ച് വരുന്നതാണ്. ഇതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ടല്ല അധിക പേരും വരുന്നത്. മറ്റു ചില ആളുകൾ മൊബൈൽ ഫോണിന് 1000 രൂപയല്ലോ 2000 രൂപയല്ലോ ഇതാരും റിപ്പയർ ചെയ്യാറില്ല, ഇതൊക്കെ വലിച്ചെറിയല്ലേ, ഡിസ്പോസിബിൾ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഈ മേഖല പഠിക്കാതെ പുറകോട്ട് മാറുന്നുണ്ട്. പക്ഷേ സത്യം ഇന്നത്തെ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പിനേക്കാളും വില കൂടിയതാണ്. 40,000 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഇന്നത്തെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില. ഗാലക്സി ആണെങ്കിലും ആപ്പിൾ ഫോൺ ആണെങ്കിലും അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഇന്ന് 1.5 ലക്ഷം രൂപ വില മതിക്കും. ലാപ്ടോപ്പിന് ഇന്ന് അത് വേണ്ട, അതിൻ്റെ പകുതി മതി. അത്രയും വില കൂടിയ മൊബൈൽ ഫോണുകൾ ഒരിക്കലും ഒരു 6 മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് ആരും അത് വലിച്ചെറിയാറില്ല. ഇതൊക്കെ റിപ്പയർ ചെയ്യുന്ന ആധുനിക ടെക്നോളജിയാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ശരിക്കും ഇതിൽ പിടിച്ചു നിൽക്കാനും 10-25 കൊല്ലം സുഗമമായി ഈ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കാനും കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിലെ സിലബസ് എന്തൊക്കെയാണ്? ഏത് സിലബസിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇതിലെ ഒരു